ഹായ്, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, തൂറിയവനെ ചുമന്നവന് നാറും എന്നൊരവസ്ഥ. ആ ഒരവസ്ഥ പലർക്കും ഇവിടെ ഉണ്ട്. ഞാൻ കാലങ്ങളായി മാധ്യമ ഫീൽഡിലുള്ള ഒരാളാണ്. എനിക്കറിയാം എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ചില എത്തിക്സുകൾ ഞാനും കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് പക്ഷമുണ്ട്, രാഷ്ട്രീയമുണ്ട്, കക്ഷി രാഷ്ട്രീയമുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നത് കളവാണ്. എനിക്ക് കക്ഷി രാഷ്ട്രീയമുണ്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ആ കക്ഷി ചെയ്യുന്നതെല്ലാം ശരിയെന്ന് സമർത്ഥിക്കുന്നുള്ളോ അല്ല ഞാൻ. എനിക്ക് എൻ്റെതായ പാത്തുണ്ട്, കൃത്യമായി എന്നിൽ മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്. തീർച്ചയായിട്ടും അതെ, എനിക്കൊരു പക്ഷമുണ്ട്. ആ പക്ഷമുള്ള അത്യാവശ്യത്തിൽ കൂടുതൽ വ്യക്തതയോടെ നിലപാട് അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ശത്രുക്കളുമുണ്ട്. അതെനിക്ക് മനസ്സിലാവും. മാന്യമായ ശത്രുത ഞാൻ അംഗീകരിക്കും. അമാന്യമായ ശത്രുതയ്ക്ക് അതേ രീതിയിൽ മറുപടി കൊടുത്ത് തന്നെയാണ് എനിക്ക് ഇതുവരെയും ശീലം. വിഷയം ജനം ടി വിയാണ്. ജനം ടി വിയിൽ നമ്പ്യാർ ഉൾപ്പെട്ട സംഘം ഇരുന്നു കൊണ്ട് ഞാനൊരു ചാര വനിതയാണെന്നും ഞാൻ 65 ദിവസം ജയിലിൽ കിടന്നു എന്നും എന്നെപ്പറ്റി പല രീതിയിൽ എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്തു വെച്ച് വളരെ മോശമായി അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ക്ലീൻ ചിറ്റ് കിട്ടിയ ആൾക്കാരാണ്. ഇന്നവരെ ഒരു രീതിയിലുള്ള ഒരു ഫ്രോഡ് പരിപാടിയിലും ഇറങ്ങാത്ത ഞാനോ മകനോ ഒരു കേസിലും ഒരു വൃത്തികെട്ട കേസിലും പ്രതിയാകാത്ത ഞങ്ങളെ അനാവശ്യമായി 65 ദിവസം ജയിലിൽ കിടന്നു എന്നുള്ള തെറ്റായ നുണപ്രചരണം നടത്തിയ ജനം ടി വിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പോരല്ലോ. അത് പോരാ എന്ന് എനിക്ക് തോന്നുന്നിടത്ത് തിരിച്ച് ബാക്കിയുള്ളതും ഞാൻ ചെയ്യും. അപ്പം ഇപ്പോൾ ഞാൻ വന്നത് ജനം ടി വിക്ക് ഞാനൊരു ഓപ്പൺ ഇത് വെക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. കോംപ്രമൈസിന് നിങ്ങളത് ചെയ്തേ മതിയാവും. ആ ഒരു വശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. കാര്യവും പറയാം. എനിക്ക് പെട്ടെന്നൊരു ചാനൽ പൂട്ടണമെന്നോ നിങ്ങളെ നശിപ്പിക്കണമെന്നോ ഒന്നുമുള്ള ഒരു പ്ലാനില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒത്തിരി പേര് അത് വെച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. പെട്ടെന്നൊരു ഫെയിം പൂട്ടിപ്പോണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഇടപെടുന്ന അങ്ങനെ ഒരു കാര്യം പറയാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് അത് കോംപ്രമൈസ് ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ഒരു വഴിയാണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. ആഹാ, ഇവളെന്താ ഈ പറയുന്നത്? ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യണോ? എന്തിനി? ആ ചോദ്യമല്ലേ, അത് പ്രസക്തമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ കാണുന്നത്. എന്താണ് ബ്ലർ എന്ന് പറഞ്ഞാൽ, ഇത് ബ്ലർ ഇല്ലാതെ ഞാൻ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുക മാത്രമല്ല, പ്രവീൺ രവിക്ക് എന്ത് കൊടുത്തോ ആ സമ്മാനം ഞാൻ നിങ്ങൾക്കും തരും. അത് തരിക മാത്രമല്ല, അത് ഞാൻ ആഹ്വാനമാണ് കൊടുത്തത്. മറ്റുള്ളവരോട് അവൻ്റെ പണി തെറിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായ രേഖ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ആ പണി ശരിക്കും നടക്കുന്നുണ്ട്, അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ലേറ്റായി, കാരണം അത് ചെയ്യിപ്പിക്കലായിരുന്നു. ഇത് ഞാൻ ചെയ്യും. ഞാൻ നേരിട്ടിറങ്ങും ദുബായിലേക്ക്. 22 വർഷത്തെ എൻ്റെ പ്രവാസം, അതിലുള്ള എൻ്റെ ബന്ധങ്ങൾ, അത് ഞാൻ മാക്സിമം ഉപയോഗിക്കും. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന ജുക്തിവാദത്തിനെയും മുച്ചിലിമുകളെയും വലിച്ചു കീറി തിന്നാനിരിക്കുന്ന ഒരാളുണ്ട് അവിടെ. അറിയോ ഇല്ലയെന്ന് അറിയില്ല. ഈ കാണുന്ന വ്യക്തി, പുള്ളിക്കാരിയുമായിട്ടുള്ള എൻ്റെ മീറ്റിംഗ് റെഡി ആയിട്ടുണ്ട്. 15 ദിവസം സമയമാണ് എനിക്കുള്ളത്. 15 ദിവസം ഞാൻ നിങ്ങൾക്കും തരുന്നു. 15 ദിവസത്തിനുള്ളിൽ എന്നെ വിളിച്ച് കോംപ്രമൈസ് ചെയ്തു കൊള്ളുക. അങ്ങനെയാണെങ്കിൽ ഞാനിത് പബ്ലിഷ് ചെയ്യില്ല. അല്ല എങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുക മാത്രമല്ല, ഇതിന് വേണ്ടിയിട്ടുള്ള മേൽ നടപടികളുമായി ഞാൻ മുൻപോട്ട് തന്നെ പോകും. അപ്പോൾ താജേട്ടാ, സുമാരൻ കാജേട്ടാ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. കളിക്കാൻ നിൽക്കരുത്. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കളി അറിയാതെ ഇറങ്ങില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. എവിടെയോ കിടന്ന പൊട്ടുപൊടുക്ക് ലൊട്ടുപൊടുക്ക് സ്വയം പ്രഖ്യാപിത ടീച്ചർക്ക് വേണ്ടിയിട്ട് ഷെഫീൻ എന്ന വ്യക്തിയോട് കോട്ടി പിടിക്കാൻ നിൽക്കരുത്. അത് ഞാൻ തെളിവുൾപ്പെടെയാണ് പറയുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് അവിടെ എത്ര സ്ഥാപനമുണ്ടെന്ന്, നിങ്ങൾ എത്ര പേരാണെന്ന്. നിങ്ങളുടെ ഓരോ പേരും ഞാൻ പുഴുത് ദൂരെ എറിയും. തർക്കിക്കേ വേണ്ട. എൻ്റെ നാടിനെ നശിപ്പിക്കാൻ, എൻ്റെ മതസമൂഹത്തിനെ അവഹേളിക്കാൻ എൻ്റെ മതസമൂഹത്തിൻ്റെ പണം നിങ്ങൾക്ക് വേണ്ട. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഇതിനകത്ത് വ്യക്തതയൊന്നുമില്ല. ഞാൻ ദുബായിൽ 22 വർഷം നിന്നത് വെറുതെ ഒരു മാധ്യമ പ്രവർത്തകയായിട്ടൊന്നും ആയിരുന്നില്ല. നല്ലൊരു സോഷ്യൽ വർക്കറാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ദുബായിലുള്ള നിനക്കൊക്കെ അറിയാൻ പാടില്ലായിട്ടല്ല. എൻ്റെ പാസ്പോർട്ട് നമ്പർ ഇട്ട് കൊടുത്താൽ മാത്രം മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്നും അന്വേഷിച്ചിട്ടില്ല. നിങ്ങളതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അനാവശ്യമായി എൻ്റെ പേര് ചീത്തയാക്കുന്ന രീതിയിൽ വളരെ മ്ലേച്ഛമായി വാർത്തയടിച്ചു. ഖണ്ഡിച്ചുകൊണ്ട് മീഡിയ കൊണ്ടിട്ട വാർത്തയെ പോലും നിങ്ങൾ അവരെ പോലും ജിഹാദികളാക്കി. ജിഹാദിത്തരം എന്താണെന്ന് നീ കണ്ടിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരും, നിങ്ങളെ ഞാനത് പഠിപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ചില സമയങ്ങളിൽ അങ്ങനെയാണോ? പെണ്ണൊരുത്തിയല്ലേ, തനിച്ചല്ലേ എന്നുള്ള തോന്നലങ്ങ് മാറ്റി വെച്ചേക്കുക. ഞാൻ തനിച്ച് തന്നെയാണ്. അത് തന്നെയാണ് എൻ്റെ ബലവും. എൻ്റെ ഒപ്പം ഒരു ജിഹാദുമില്ല, ഒരു ജിഹാദിയുമില്ല. ഞാൻ തനിച്ച് തന്നെയാണ്. ഇനി നീ എന്നെ ജിഹാദി എന്ന് വിളിച്ചാൽ എനിക്കൊരു വാഴയുമില്ല. കൃത്യമായ രേഖ, ഒരു ജീവിതം മുഴുവൻ ഞാൻ മാറ്റി വെച്ചതും നീക്കി വെച്ചതും എൻ്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഞാൻ മറന്നതും ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി തന്നെയാണ്.
ഈ പടയൊരുക്കം ഞാൻ നെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 4 വർഷമാകുന്നു. 4 വർഷത്തെ എൻ്റെ പടയൊരുക്കമാണ് ഞാനിപ്പോൾ വെളിയിൽ കൊണ്ടുവരുന്നത്. എനിക്ക് നേരെ വന്ന് നിൽക്കുന്നവരൊക്കെ സൂക്ഷിച്ചോളൂ. എൻ്റെ വിഷയം ഒന്നേ ഉള്ളൂ, ഈ ഇസ്ലാം മതത്തിനെ അവഹേളിക്കുന്ന എച്ച് മുസ്ലിം എന്ന് പറയുന്ന വൾഗർ ടീമിനെ നീക്കി നിർത്തിക്കോ. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം നിങ്ങൾ ചെയ്തോ, തനിച്ച് നിന്ന് പൊരുതടോ. ഞങ്ങളെപ്പോലെ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവച്ചല്ലോ നിങ്ങളെ പറയുന്നത്. ഞങ്ങളത് പഠിച്ചാ പറയണേ. നിങ്ങൾ പഠിച്ച് പറ, ഞങ്ങളത് ഏറ്റു. നിങ്ങൾക്ക് അങ്ങനെ പറ്റാതെ ഞങ്ങൾക്കിടയിലുള്ള പണത്തിന് ആർത്തി പിടിച്ച, കാമത്തിന് ആർത്തി പിടിച്ച ആളുകളെ കൊണ്ടുവച്ചിട്ട് അവരെ കൊണ്ട് ഞങ്ങളെ അവഹേളിക്കുമ്പോൾ നോക്കിക്കൊണ്ട് മിണ്ടാൻ നിൽക്കുമെന്ന് നീ ധരിച്ചുവെങ്കിൽ തലേക്കെട്ടുകാരന്മാരല്ലാത്ത മനുഷ്യർ ഞങ്ങൾക്കിടയിലുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞാനൊരു അമ്മയാണടോ. എൻ്റെ മക്കൾക്കും എൻ്റെ അനന്തരാവകാശികൾക്കും ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം. ഇനിയൊരു ഗുജറാത്തോ ഇതുപോലുള്ള വൃത്തികെട്ട രീതിയോ ഞങ്ങൾക്കുണ്ടാകരുത്. നിരന്തരമായി ലിംഗം അന്വേഷിക്കുക, തോന്നിവാസങ്ങൾക്ക് മേൽ തോന്നിവാസം കാണിക്കുക, ഞങ്ങൾ ഈ രാജ്യവിരുദ്ധരെന്ന് പറയുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിനക്ക് വേണ്ടത് ഞങ്ങളുടെ പണവും ഇതും വേണം അല്ലേ? നടന്നത് തന്നെ, നടത്തിയത് തന്നെ. ഒരു കാരണവശാലും അത് സംഭവിക്കില്ല. അതിന് തക്കതായ മറുപടി തരേണ്ടവരിൽ ഞാൻ തരിക തന്നെ ചെയ്യും. ഇതെല്ലാം പേട്ട് പില്ല് പൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ താജേട്ടാ ഉള്ളത്. ആയിട്ടാ ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് മാറി അത്രയും പേരുടെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഒരൊറ്റ വികാരം മാത്രമാണ് എന്നെ തടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഒരു കോംപ്രമൈസ് ഞാൻ മുൻപോട്ട് വയ്ക്കുന്നത്. ഡിമാൻഡ്സ് ഉണ്ട്. എനിക്ക് 3 ഡിമാൻഡ്സ് ആണ്. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സംസാരിക്കാനുള്ള ഇതുണ്ട്, അതിലൊന്നും ഒരു തർക്കവുമില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം, നിങ്ങൾക്ക് ഇസ്ലാമിയത്തിനെ അവഹേളിക്കാം, അല്ലെങ്കിൽ ഇനി വിമർശിക്കാം, ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അതിന് എക്സ് മുസ്ലിം നിങ്ങളുടെ ചാനലിൽ പാടില്ല, നടക്കില്ല. അത് ഇനി ഞാൻ കണ്ടാൽ ഇതായിരിക്കില്ല എൻ്റെ മറുപടി. 2, നമ്പ്യാർ എന്നോട് മാപ്പ് പറയണം. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്ത തെറ്റായിരുന്നുവെന്നും അന്വേഷിക്കാതെ എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നുവെന്നും അവൻ എന്നോട് മാപ്പ് പറയണം. 3, നമ്പ്യാർ ജനം TV യിൽ ഉണ്ടാകാൻ പാടില്ല. ഇതെൻ്റെ ഡിമാൻഡാണ്. അംഗീകരിക്കാമെങ്കിൽ എന്നെ കോൾ ചെയ്യുക. കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം ഇത് പബ്ലിക് ആക്കുക മാത്രമല്ല, ഇത് നടപടിയിലേക്ക് കൊണ്ടുപോകാനും എനിക്ക് സാധിക്കും. ഷെയ്ഖ എനിക്ക് പൂർണ്ണ പിന്തുണയും തന്നിട്ടുണ്ട്. എന്നെ മീറ്റ് ചെയ്യാൻ എനിക്ക് സമയവും എനിക്ക് അവസരവും എനിക്ക് വിസ ഉൾപ്പെടെ തയ്യാറാക്കി തന്നിട്ടുമുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ ഇവിടെ നിന്നായിരിക്കില്ല സംസാരിക്കുക. പ്രവീൺ രവിക്ക് ഞാൻ ഇവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു ചെയ്തതുപോലെ ആയിരിക്കില്ല ഞാൻ ദുബായിൽ വന്ന് സംസാരിക്കും. അപ്പോൾ എനിക്ക് ദുബായിൽ വരാൻ കഴിയുമെന്നുള്ളത് വ്യക്തമല്ലേ? വിസ എടുത്തപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ മോശപ്പെട്ട ഈ കളവ് ഇവിടെ പ്രചരിപ്പിച്ചത്? എന്നെ ഏത് കൺട്രി ബാൻ ചെയ്തു? എന്നെ ബാൻ ചെയ്ത ഒരു കൺട്രി കാണിച്ചു തരാമോ? ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരി പറയുന്നത് ഏറ്റുപാടിക്കൊണ്ട് ആ സ്ത്രീ പറയുമ്പോൾ ആ സ്ത്രീയെ വെച്ച് നിങ്ങൾക്ക് വായ്ത്താളം അടിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ നിസ്സാരയായ, കാല് സ്വാധീനമില്ലാത്ത, വിധവയായ, ആരുമില്ലാത്ത ഒരു സ്ത്രീയെയാണ് ആക്രമിക്കുന്ന ഒരു പ്രശ്നവുമില്ലെന്ന് ധൈര്യസമേതം നമ്പ്യാരിരുന്ന് വായ്കീറി പറയുമ്പോൾ ഇത്ര ധൈര്യമായി ഇത്രയും വലിയൊരു കൂട്ടത്തിനെതിരെ എതിരിടുന്ന ഷെഫീനയുടെ വാല്യൂ മറന്നുപോയി. അത് നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ താജേട്ടൻ ഒരു കാര്യം ചെയ്യുക, ശരിക്കും അങ്ങോട്ട് ആലോചിക്കുക. 10-15 ദിവസമുണ്ട്. ആലോചിച്ച ശേഷം എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. മനസ്സിലായല്ലോ? ഇവർ നടത്തുന്ന സർവത്ര സംഗതികളും സർവത്ര സ്ഥാപനങ്ങളുടെയും ഡീറ്റെയിൽ ഉൾപ്പെടെ ഇവർക്ക് അനുബന്ധമായി അവിടെയുള്ള മൊത്തം സംഘികളെയും ഞാൻ വേരോടെ പുഴുതിങ്ങെത്തിക്കും. ഇവിടെ കിടന്ന് കുതിച്ചാൽ മതി, ഇവിടെ കിടന്ന് കുസൃതി കാണിച്ചാൽ മതി. അവിടുത്തെ പണം കൊണ്ടുവന്ന് ഇവിടെ കിടന്ന് കുതിക്കണ്ട. ഇത് എൻ്റെ നാടാണ്. എൻ്റെ നാട്ടിൽ എനിക്ക് സ്വസ്ഥത കിട്ടണം. എൻ്റെ നാട്ടുകാർ സ്വസ്ഥമായി ജീവിക്കണം. ഞങ്ങൾക്കിവിടെ മതമൈത്രി മതി. ഞങ്ങൾക്ക് ഇങ്ങനെ മതവിരുദ്ധരെ ഇവിടെ വേണ്ട. ഒരു കാരണവശാലും ഞങ്ങൾ മറ്റൊരു മതത്തിനെ അവഹേളിക്കാൻ തയ്യാറല്ല. ആ അവഹേളനം ഞങ്ങളുടെ മതത്തിന് നിങ്ങളും ചെയ്യരുത്. മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സഡായി ജീവിച്ച് പോകാമെങ്കിൽ പോവുക, അല്ല എങ്കിൽ ഇപ്പുറത്തും ഉണ്ടാകും പ്രതിരോധം എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മലം TVക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിനക്ക് ആ പേരാണ് ചേരുക, അത് നിന്റെ ഇഷ്ടം, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യും. ഞങ്ങളും ഒക്കെ മീഡിയാസ് നടത്തുന്നവർ തന്നെയാണ്, ഞങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടെന്തെന്ന്. പക്ഷേ എത്തിക്സ് എന്നൊരു സാധനമുണ്ട്, അത് കീപ്പ് ചെയ്യാൻ മറന്നുപോയെടുത്ത് അത് നിന്നെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ശേഷം 15 ദിവസത്തിന് ശേഷം കാണാം. 15 ദിവസം ഞാൻ നിനക്ക് സമയം തരികയാണ്. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. യു ക്യാൻ കോണ്ടാക്ട്. അതിനകത്ത് വിളിച്ച് കൃത്യമായി പറയാം. പിന്നെ ഉടുക്ക് വേലയും ഉടായ്പ് വേലയും ചെയ്യരുത്. ഞാൻ അറിയാതെ എൻ്റെ ബാങ്കിലേക്ക് ക്യാഷ് ഇടുക, എന്നിട്ട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തു അത്തരം കുൽസിതങ്ങൾ നടത്തിയാൽ ഇട്ടവനും തൂങ്ങും, ഇടിയിച്ചവനും തൂങ്ങും. അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യും. ഓൾറെഡി ഞാൻ പരാതി കൊടുത്തു വെച്ചിരിക്കുന്നത് കേസാണ്.
ഇതിനകത്ത് എൻ്റെ ഡിമാൻഡ് മൂന്നേ ഉള്ളൂ. ഒന്ന്, നമ്പ്യാർ മാപ്പ് പറയണം. 2, എക്സ് മുസ്ലിം എന്ന കാറ്റഗറിയെ നിങ്ങൾ കൊണ്ടുവന്നിരുത്തരുത്. ഇരുത്തിയാലും 1, മറ്റുള്ളവരും ഇരിക്കണം, അവർ 1. 4ൽ 3 അവര്, ഒരാൾ മറ്റൊരാൾ, അത് പറ്റത്തില്ല. ആ കളി പറ്റത്തില്ല. സംസാരിക്കാനുള്ള അവസരം അവർക്ക് എത്ര കൊടുക്കുന്നു അതിന്റെ ഡബിൾ ഇപ്പുറത്തുള്ളവർക്ക് കിട്ടണം. ഞങ്ങളുടെ മുഖമല്ല എക്സ് മുസ്ലിം. ഞങ്ങൾ വെറുക്കപ്പെട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന വൃത്തികെട്ട ഹീനജന്മങ്ങളാണത്. അവരെ വെച്ചുകൊണ്ട് ഞങ്ങളെ മോശപ്പെടുത്തുന്ന രീതി നിർത്തലാക്കിയേ മതിയാവും. നിനക്കൊക്കെ നാണമില്ലേടാ? സ്വന്തമായിട്ട് ഒരു വാഴയില്ലേ? നിന്റെ ഒന്നും വായിലൊന്നും വരത്തില്ലയോ? രാഷ്ട്രീയമോ പറയാൻ അറിയത്തില്ല, മതപരമായ ബോധമില്ല, യാതൊരു സാമൂഹിക നീതിയുമില്ല, ചരിത്ര അറിവുകളില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇരുന്നു കൊണ്ടങ്ങ് വായിത്താളമാണ്. അപ്പൊ ഏകദേശം കാര്യം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെക്ക് തുടങ്ങാം.